അവധിക്കാലം കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാൻ സ്കൂളിൽ പോകാം. എല്ലാവരും തയ്യാറെടുപ്പിലാണല്ലോ. സ്കൂൾ സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഹൈസ്കൂൾ ക്ലാസുകൾ അരമണിക്കൂർ സമയം കൂട്ടി. പരിഷ്കരിച്ച വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഹൈസ്കൂളിൽ 1100 പഠന മണിക്കൂർ വേണമെന്നാണ്. 198 അധ്യയന ദിവസങ്ങളും തുടർച്ചയായ 5ാമത്തെ വർക്കിംഗ് ഡേ അല്ലാത്ത 6 ശനിയാഴ്ചകളും കൂട്ടിച്ചേർത്ത് 204 അധ്യയന ദിവസങ്ങൾ കുട്ടികൾക്ക് ലഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പുവെച്ചു. ഒരു സംഘടന കേസുമായിട്ട് കോടതിയിൽ പോയി 220 ദിവസമായിരുന്നല്ലോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതിലെന്തോ അവർക്ക് തർക്കമുണ്ടെന്ന് പറഞ്ഞാൽ കോടതി പോയി. കോടതി ഒരു കമ്മീഷൻ വയ്ക്കാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം അരമണിക്കൂർ കൂട്ടേണ്ടി വരും ഉയർന്ന ക്ലാസ്സുകളിലെത്തി, ഹൈസ്കൂളിലെത്തി. അപ്പോൾ രാവിലെ 15 മിനിറ്റ്, ഉച്ചശേഷം 15 മിനിറ്റ്, അരമണിക്കൂർ. അവിടെ LP സ്കൂൾ UP സ്കൂൾ ഉണ്ടെങ്കിൽ ആ ബസ് ഏതാണ്ട് ഒരു ബസ്സായിരിക്കുമല്ലോ. അപ്പോൾ ഒരു കുട്ടികളാവാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കാത്ത് ബസ് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അതിൽ വേറെ ഭേദഗതിയൊന്നും വരുത്തിയിട്ടില്ല. കോടതി പോയതിന് അതിൻ്റെ പരിഹാരം കണ്ടെത്തട്ടെ. 1000 പഠന മണിക്കൂറുകളാണ് UP വിഭാഗത്തിൽ ഉറപ്പാക്കുക. തുടർച്ചയായ 5ാമത്തെ വർക്കിംഗ് ഡേ അല്ലാത്ത 2 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 200 UPയിലെ അധ്യയന ദിവസങ്ങൾ. LP വിഭാഗത്തിൽ ശനിയാഴ്ച ക്ലാസ് ഇല്ല. 198 അധ്യയന ദിവസങ്ങളും 800 പഠന മണിക്കൂറുകളുമാണ് കുട്ടികൾക്ക് ലഭിക്കുക. അപ്പോൾ രക്ഷകർത്താക്കളും കുട്ടികളും ഈ സമയക്രമങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. മഴക്കാലമാണ്, സൂക്ഷിച്ച് സ്കൂളുകളിലേക്ക് പോവുക.